ബോംബ് ഭീഷണിയിൽ വലഞ്ഞ തലസ്ഥാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് ഭീഷണി. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും ഭീഷണി സന്ദേശമെത്തി. കഴിഞ്ഞ 3 ദിവസത്തിനിടെ തലസ്ഥാനത്തെ 6 സ്ഥാപനങ്ങളിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. വ്യാജ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ഭീഷണി സന്ദേശം എത്തിയത്. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. ഇതിനു പുറമെ തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. രാജ്ഭവനിലും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കഴിഞ്ഞ 8 മാസത്തിനിടെ നഗരത്തിലെ 16 സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ദിവസവും പോലീസിനെ വട്ടം ചുറ്റിച്ചെത്തുന്ന സന്ദേശങ്ങളെല്ലാം ഡാർക്ക് വെബിലെ ഇമെയിൽ വിലാസത്തിൽ നിന്നായതിനാൽ പ്രതിയിലേക്ക് എത്താനും പോലീസിന് കഴിയുന്നില്ല. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ പരമാവധി വിവരം പങ്കുവെക്കണമെന്നാവശ്യപ്പെട്ട് മൈക്രോസോഫ്റ്റിനും പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.